തുടക്കത്തിൽ നമ്മുടെ ഷെല്ലിയാണ് കാണിക്കുന്നത്. ഡെലിവറി ഗേളായ ഷെല്ലി ധൃതിയിൽ അവസാനത്തെ ഒരു ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് കരുതുമ്പോൾ അതേ റൂട്ടിൽ നഗരത്തിലെ ഏറ്റവും കോടീശ്വരനായ മിസ്റ്റർ ടോമിൻ പുലർച്ചെ അന്തരിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ഏക മകൻ ലെന്ന് ശവസംസ്കാര ചടങ്ങിൽ എബ്രോഡിൽ നിന്ന് വരികയാണ്. അതും ബൈക്കിലാകും വരുന്നത്. എന്നാൽ രണ്ടുപേരും വരുന്ന റൂട്ട് അപ്രതീക്ഷിതമായി കൂട്ടിമുട്ടുന്നു. ദേഷ്യമെന്നല്ലാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് തട്ടിക്കയറുമ്പോൾ ഷെല്ലി പറയുന്നത്, അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്, എൻ്റെ ഓർഡർ മുഴുവൻ ചോർത്തി കളഞ്ഞു. ഡെലിവറി സമയം നിങ്ങൾ കാരണം ഇന്നത്തെ എൻ്റെ സാലറിയാണ് മുടങ്ങിയെന്ന് പറഞ്ഞതിനാൽ ഹീറോ ഉടനെ തന്നെ അവൾക്ക് നഷ്ടമായ അന്നത്തെ സാലറി കൂടുതൽ പണമായി നൽകി. പക്ഷെ അവൾ ക്യാഷ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന സാലറി മാത്രം എടുത്ത് ബാക്കി അവന് നൽകി. അവൾ പോകാൻ നേരത്തായിരിക്കും അവളുടെ കാമുകൻ നിന്ന് മെസ്സേജ് വരുന്നത്. അവന് സ്കൂളിൽ പെട്ടെന്ന് പാഠപുസ്തകം ഗവേഷണ ഫീസായി 5000 രൂപയുടെ കുറവുണ്ട്, ക്യാഷ് ഉണ്ടെങ്കിൽ തരാനായി പറഞ്ഞപ്പോൾ ഷെല്ലിയുടെ കയ്യിൽ ഇപ്പോൾ കാശില്ല, ഉടനെ തന്നെ വേണം. സത്യത്തിൽ അവളുടെ കാമുകൻ ഇപ്പോൾ വേറൊരുത്തിക്കൊപ്പം ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ കടയിൽ ഒട്ടുമിക്ക വില പിടിപ്പിച്ച സാധനങ്ങൾ അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അവനും കൊണ്ട് അടയ്ക്കാൻ നോക്കിക്കാണ്. അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നാണം കെടാതിരിക്കാൻ വേണ്ടി ഷെല്ലിയോട് ക്യാഷ് ചോദിച്ചത്. ഇവിടെ ഹീറോ പോകാൻ നോക്കുമ്പോൾ അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നത് പോലുമില്ല. പോയിട്ട് അത്യാവശ്യമുള്ളതിനാൽ 4000 രൂപയ്ക്ക് അവളുടെ വണ്ടി വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ക്യാഷിന് അവൾക്കിപ്പോൾ അത്യാവശ്യമുള്ളതിനാൽ അവൻ തന്ന ക്യാഷും തിരികെ നൽകി ജിപേ വഴി ക്യാഷ് വാങ്ങിക്കുന്നു. ഇനിയൊരിക്കലും നമ്മൾ കണ്ടുമുട്ടില്ല എന്ന പ്രതീക്ഷയിൽ ഹീറോ അവളുടെ വണ്ടിയെടുത്ത് പോവുകയാണ്. ഇവിടെ ഹീറോയുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശിയോട് ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഹീറോയ്ക്ക് ഒരു പ്രതിഷ്ഠിത വരനെ കണ്ടെത്തിയിട്ടാണ് മരണപ്പെട്ടത്. അപ്പോഴേക്കും ഹീറോ എത്തിയതിനാൽ മുത്തശ്ശി വിൽപത്രം വായിക്കാനായി പറഞ്ഞു. വിൽപത്രത്തിൽ 75% ഓഹരിയിലെ പലിശ ഉൾപ്പെടെ മില്യൺ പടം 20ലധികം ആഡംബര എസ്റ്റേറ്റും എല്ലാം അദ്ദേഹത്തിൻ്റെ ഏകാവകാശി ഹീറോയ്ക്ക് ലഭിക്കും. എന്നാൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. ഹീറോ വിവാഹം കഴിക്കണം, അതും അച്ഛൻ്റെ മുൻഗാമിയുടെ മകൾ ഷെല്ലി, അതായത് ഹീറോയിനെ. അതിനുശേഷം മാത്രമേ അനന്തരാവകാശ പ്രാബല്യത്തിൽ വരൂ. ഷോക്കായി ഹീറോ, നിങ്ങൾ എന്ത് വിട്ടിത്തടമാണ് പറയുന്നത്, എക്സിൻ്റെ മകളെ കല്യാണം കഴിക്കാനോ? പണത്തിനു വേണ്ടി മാത്രമാണ് ഹീറോയുടെ അമ്മയെ അച്ഛൻ വിവാഹം ചെയ്തത്. എക്സിനോടുള്ള അയാളുടെ സ്നേഹം കാരണമാണ് വിഷാദ രോഗം മൂലം ഹീറോയുടെ അമ്മ മരിച്ചത്. അതിനാൽ തൻ്റെ അമ്മയെ കൊന്ന ആളുടെ മകളെ കെട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതേസമയം ഹീറോ മറ്റൊരാളെ വിവാഹം ചെയ്താൽ സ്വത്തുക്കൾ ഷെല്ലിയിലേക്ക് തന്നെ പോകും. കൂടെ ഷെല്ലി എന്ന് കേൾക്കുമ്പോൾ ഹീറോ ഒരു കാര്യം ഓർക്കുകയാണ്. ഇന്ന് രാവിലെ കണ്ട പെൺകുട്ടിയുടെ പേര് ഷെല്ലി എന്നായിരുന്നു ജീപ്പ് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോഴാണ് ഷെല്ലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഹീറോ കാണുന്നത്. അവളെ കണ്ടപ്പാടെ ഹീറോയുടെ തീരുമാനത്തെ പിന്തിരിഞ്ഞ് അവളെ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയും അവൻ്റെ അനിയനും കൂടി ഷെല്ലിയെ കാണാനായി വരികയാണ്. ഈ ഒരു തീരുമാനം ഉറച്ചു നിൽക്കുകയാണോ എന്ന് അനിയൻ ചോദിക്കുമ്പോൾ അവൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിയതും ഷെല്ലിയായിട്ട് വീണ്ടും കൂട്ടിമുട്ടുകയാണ്. അവളെ കണ്ടപ്പാടെ നിങ്ങളല്ലേ ഷെല്ലി, ഒരു ഡീൽ ഉറപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളകത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ കരുതും അവൾ നിന്ന് വാങ്ങിച്ച ക്യാഷ് മേടിക്കാനാകുമെന്നാ. എന്നിട്ട് അവളോട് എന്നെ വിവാഹം കഴിച്ചാൽ ഞാൻ നിനക്ക് 5 ദശലക്ഷം തരാം, ഈ ഓഫർ പോരെങ്കിൽ 10 2 തരാം എന്ന് പറഞ്ഞപ്പോൾ അവളും നിങ്ങളെന്തിനാണ് എന്നെ വിവാഹം ചെയ്യുന്നത്, ഇനി കണ്ടുമുട്ടരുത് എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. ഇപ്പോൾ എനിക്ക് നിങ്ങളെ എല്ലാ ദിവസവും കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വില പറയാം. ഇത് കേട്ടപ്പോൾ ഷെല്ലി എഴുന്നേറ്റ് നിങ്ങൾക്കാളും മാറി കാണും. 20 ലക്ഷം ആയാലും 50 ലക്ഷം ആയാലും അതിൽ കൂടുതൽ തന്നാലും നിങ്ങളുടെ ഡീൽ ഞാൻ അംഗീകരിക്കില്ല. ഇതിനകം തന്നെ എനിക്കൊരു കാമുകനുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാലില്ലെങ്കിലും നിങ്ങൾക്ക് കടയുടെ ഈ ഓണറിനോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ അവരും അതേന്ന് പറയുന്നു. എന്നിട്ട് ആ കട ഓണറിനോട് 3000 മേടിച്ച് അത് ഹീറോയ്ക്ക് നൽകുകയാണ്. ഇന്നലെ ഉണ്ടായ ആക്സിഡന്റ് തെറ്റ് എൻ്റെ ഭാഗത്താണ്, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ ഇതെല്ലാം കേട്ട് ഹീറോ ആകെ വാം പൊളിച്ചു പോയി. കാരണം പണം കണ്ടു വീഴും എന്ന് കരുതിയിട്ടാണ് വന്നത്. ഹീറോ വിചാരിച്ച പെണ്ണയല്ല, പണത്തേക്കാൾ അവൾക്ക് മൂല്യം പ്രണയത്തിനോടാണ്. സോ ഷെല്ലി എന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതുവരെ ഞാൻ അവളെ പിന്തുടർന്നേ ചെയ്യൂ. അതിനാൽ ആദ്യം അവളുടെ കാമുകൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ അവളുടെ കാമുകൻ പുതിയ കാമുകിക്കൊപ്പം ഡിന്നർ കഴിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവൻ അവളുടെ അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് അവളുടെ അച്ഛൻ കാണണമെങ്കിൽ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ചാകണം. രണ്ടാൾക്കാർക്ക് തന്നെ ടിക്കറ്റിൻ്റെ വില 2 ലക്ഷമാണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ വീട്ടിലെ മരുമകനായി വന്നാൽ ഈ 2 ലക്ഷം എന്തെന്ന് പറഞ്ഞതിനാൽ അവൻ ഉടനെ തന്നെ ഷെല്ലിയെ വിളിക്കുന്നു. ഷെല്ലി കാമുകൻ വിളിച്ച സന്തോഷത്തിൽ അവൻ്റെ സുഖവിവരം അന്വേഷിക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് ആ 2 ലക്ഷം ആകും.
ഗ്രൂപ്പ് മീറ്റിംഗ്. പ്രൊഫസർ, പ്രൊജക്റ്റിനെ കുറിച്ച് കുറച്ച് ഫണ്ട് ആവശ്യമാണ്, 2 ലക്ഷം. ഈ പ്രൊജക്റ്റ് വിജയിച്ചാൽ മാനേജറാകും. പക്ഷെ അവളുടെ കയ്യിൽ അത്രയും ഇല്ലെന്ന് പറയുമ്പോൾ അവളുടെ കുടുംബ വീട് വിറ്റ ക്യാഷ് ആകും അവൻ ചോദിക്കുന്നത്. എന്നാൽ ആ ക്യാഷ് അവരുടെ വിവാഹത്തിന് എടുക്കാൻ വെച്ചതാണ്. അവൾ തരാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൻ ഇതെല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഒടുവിൽ ക്യാഷ് തരാമെന്ന് അവൾ സമ്മതിച്ചു. അതേസമയം ഇവിടെ ഒരാൾ ഇവരുടെ ഫോട്ടോക്കെ എടുക്കുന്നുണ്ടായി. അത് മറ്റാരുമാകില്ല, ഹീറോ വെച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് ഷെല്ലിയുടെ കാമുകനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞു. ഇന്ന് അവൻ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് പോകുമെന്ന് ഷെല്ലിയോട് കള്ളം പറഞ്ഞ് അവളുടെ 2 ലക്ഷം രൂപ വാങ്ങിച്ച കാര്യം കേട്ടപ്പോൾ ഹീറോ അനിയനെയും കൂട്ടി അവൻ്റെ എല്ലാ കള്ളക്കടി ഇന്നത്തോടെ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇവിടെ ഷെല്ലി ഇതൊന്നും അറിയാതെ അവന് കാര്യങ്ങൾ ഇപ്പോൾ എന്തായെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാകും ഇവിടെ ഹീറോ ഒക്കെയായിട്ട് വന്ന് അവളോട് മിണ്ടാൻ ഉണ്ടെന്ന് പറയുന്നു. ഇവളും തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് ക്യാഷ് മൊത്തം തന്നതല്ലേ, പിന്നെ എന്താ? അപ്പോൾ ഹീറോ പറയുന്നത് അതിനൊന്നുമല്ല, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കാനാണ്. നിന്റെ കാമുകൻ നിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷമല്ലേ വാങ്ങിച്ചത്? അവനെക്കുറിച്ചധികം ഒന്നും ധാരണയില്ലല്ലേ? അവൻ നിന്നെ പറ്റിക്കുമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അവൻ അങ്ങനെ ഒരാളല്ല എന്നാകും ഷെല്ലി പറയുന്നത്. ഹീറോ അവളെ ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനായി പറയുന്നു. അപ്പോൾ ഹീറോയുടെ അനിയൻ ഹീറോയോട് എന്തുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഫോട്ടോ നോക്കിയാൽ കിട്ടില്ല. ഷെല്ലിയാണെങ്കിൽ അവനെയും വിശ്വസിച്ച് അവൾ കൊടുത്ത ക്യാഷ് കിട്ടോ എന്ന് ചോദിച്ച് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. എന്നാൽ നോക്കുമ്പോൾ അവൻ ആ ലേഡിക്കൊപ്പം ഹോട്ടൽ റൂമിൽ സ്പെൻഡ് ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്നാകും ഹീറോയും ഷെല്ലിയും അവരുള്ള റൂമിലേക്ക് ഇടിച്ചു കയറുന്നത്. പക്ഷെ അകത്താരും തന്നെ ഉണ്ടായില്ല. അവർ 5 മിനിറ്റിൽ തന്നെ പോയി കഴിഞ്ഞു. അവളുടെ കാമുകനെ കാണിക്കാനായിട്ടാണ് വന്നെന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ഒരാളെയല്ല, ഇനിമേലാൽ ഇങ്ങനൊരു ചെറ്റ പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഷെല്ലി നേരെ ബാത്റൂമിൽ പോയപ്പോൾ അവിടെ അവർ കാണും. ഇവളും പോകാൻ നേരത്താകും അവൻ്റെ ഫോൺ നിലത്ത് വീഴുന്നത്. ഫോൺ കവർ കണ്ട ഷെല്ലിക്ക് ആ കവർ കണ്ട് നല്ല രീതിയിൽ പരിചയം. അവൾ അവന് വാങ്ങിച്ചു കൊടുത്ത അതേ ഫോൺ കവർ ആകും. ഹീറോ പറഞ്ഞു വെച്ച് നോക്കി അവൾ കാമുകനെ വിളിച്ചു നോക്കുമ്പോൾ കോൾ വന്നപ്പോൾ കാമുകൻ ബാത്റൂമിൽ നിന്ന് ഫോൺ എടുക്കുകയാണ്. അവൻ അവളെ കണ്ടപാടെ ഷോക്കായി. ഷെല്ലിയുടെ പേര് കേട്ടതും അകത്തുണ്ടായ ലേഡി ആരാണ് അവളെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരാൻ വന്നപ്പോൾ അവൻ ആ ഡോറ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഷെല്ലിയും നിന്നെ ഒരുപാട് ഞാൻ വിശ്വസിച്ചു, എന്നിട്ട് ഇതാണോ നീ എന്നോട് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ മേലൊക്കെ കൈവച്ചപ്പോൾ ആ ലേഡി വേഗം വന്ന് അവളുടെ കൈ തട്ടി മാറ്റി. പഠിത്തം കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാമെന്നും 4 വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്ന് കേൾക്കുമ്പോൾ ആ ലേഡി അവൻ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി പോകുന്നു. പക്ഷെ അവൻ അവളെ വിടുന്നത് പോലുമില്ല. അവളുടെ മുന്നിൽ മുട്ടുകുത്തി എല്ലാം ചെയ്തതിനും ക്യാഷ് ഇറക്കിയതും ഇവളിൽ നിന്നാണ് മേടിച്ചത്. അവളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, നിന്നെയാണെന്ന് കേൾക്കും ഷെല്ലി ആകെ തകർന്നു പോയി. കാരണം ആ ലേഡിയെ പോലെ അത്ര പണക്കാരിയല്ല ഷെല്ലി. അപ്പോഴേക്കും ഹീറോ എത്തി. കർമ്മം ഇഷ്ടപ്പെടുന്ന ഒരു നിസ്സാര വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞ് അവളെ തൂക്കിക്കൊണ്ട് അടിമുടി മാറ്റി ഹീറോ അവളുടെ എക്സ് ബുക്ക് ചെയ്ത അതേ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ അവളുടെ എക്സും പുതിയ കാമുകിയും കൂടി എത്തുമ്പോൾ അവൾ അവനിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് തന്നെ ഷെല്ലി ഒരു പണം ഉണ്ടാക്കുന്ന ഉപകരണമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വൃക്ക പോലും വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. ഇന്നിവിടെ ഒരു ഗെയിം കളിക്കാനായിട്ട് പോവുകയാണെന്നും വന്നവരിൽ ഓരോരുത്തർക്കൊരു പേപ്പർ നൽകും. അതിലൊരു റോസാ ചിത്രം ഉണ്ടാവും. ഭാഗ്യശാലിയായ ആൾക്കത് കിട്ടും. ജയിക്കുന്നവർക്ക് തന്നെ ഒരു വലിയ തുക സമ്മാനമായിട്ട് ലഭിക്കും. എന്നാൽ ആ ഭാഗ്യശാലി ആവുന്നത് എക്സ് ആകും. അതിനാൽ ഈ ഗെയിമിൽ ജയിച്ചാൽ കിട്ടാൻ പോകുന്നത് 5 ലക്ഷമാകും. ചെക്ക് ഹോട്ടലിലെ പ്രധാന ഓഹരിയുടമകളിൽ ഒരാളിൽ നിന്നാണ് വാങ്ങുന്നത്. ഓഹരിയുടമയ്ക്ക് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. അയാൾക്ക് ഭാഗ്യശാലിയായി വിജയി വേണം. ഗെയിമിൽ ജയിച്ചാൽ അയാൾക്ക് $2 മില്യൺ ചെക്കായിരിക്കും കൂടി ലഭിക്കുക. ഇത് കേട്ടതും ആ ലേഡി ഇനി നീ വൃക്ക വിൽക്കേണ്ട കാര്യമില്ല, ഇതിൽ നിന്ന് ക്യാഷ് മേടിച്ചാൽ മതി എന്ന് ആ മത്സരത്തിൽ പങ്കെടുക്കാനായി പറഞ്ഞു. തോറ്റാൽ കിട്ടിയ 5 ലക്ഷം കൊണ്ട് പോകാം. പാതിയിൽ പിന്മാറിയാൽ തന്നെ 2 മില്യൺ തിരിച്ചു തരണം. പേപ്പറിൽ ഒപ്പിട്ട് ഷെയർ ഹോൾഡേഴ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അവരെ കണ്ട് എക്സാഗ് ഞെട്ടുന്നത്. ഷെയർ ഹോൾഡേഴ്സ് മറ്റാരുമല്ല, ഹീറോയും ഷെല്ലിയാകും. അവൾക്കൊപ്പമാണ് കളിക്കുന്നത് അറിഞ്ഞ എക്സ് ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. എന്നാൽ ഗെയിം പാതി നിർത്തിയാൽ 2 മില്യൺ തിരിച്ചു തരണമെന്ന് കരാറിലുണ്ടായി. കളിപ്പിക്കാനായിട്ട് ഹീറോ നീ ഇതിൽ നിന്ന് പിന്മാറിയാൽ ഭീരുവാണ് എന്നും എല്ലാവരും പറയൂ, ഇല്ലെങ്കിൽ ക്യാഷ് തന്നിട്ട് പോകണം. അതിനാൽ എക്സ് ആ ഗെയിമിൽ കളിക്കാനായി തുടർന്നു. അങ്ങനെ 2 റൗണ്ടിലും എക്സാകും ജയിച്ചത്. 3ാമത്തെ റൗണ്ടിൽ ക്യാഷ് മുഴുവൻ പോകുമെന്നുള്ള ഭയത്താൽ ഷെല്ലി ഹീറോയെ തടഞ്ഞു. ഹീറോയും തന്നെ വിശ്വാസമില്ലെങ്കിൽ നീ തന്നെ കളിച്ച് ജയിക്കുമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് കളിപ്പിക്കുകയാണ്. ഇത് കാണുന്ന എക്സ് ഹീറോയോട് അവൾ ഇരുത്തേണ്ട, നിങ്ങളുടെ ക്യാഷ് മൊത്തം പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഷെല്ലി കടിച്ചതിനാൽ 3ാമത്തെ റൗണ്ടിൽ ജയിക്കുകയാണ്. പിന്നീട് റൗണ്ടിലൊക്കെ ഷെല്ലിയാകും ജയിച്ചത്. എല്ലാത്തിലും അവൾ വിൻ ചെയ്തതിനാൽ എക്സ് ഒന്ന് പതറി പോകുന്നുണ്ട്. എന്നാലും കാമുകി അവനെ സപ്പോർട്ട് ചെയ്തതിനാൽ അവൻ ആ കളി തന്നെ തുടർന്നു.
എന്നാൽ ലാസ്റ്റ് എത്തിയപ്പോൾ ഷെല്ലിയായിരിക്കും ജയിക്കുക. ഒന്നും കിട്ടാതെ ആയപ്പോൾ അവൾ എക്സിന് ഒരടി കൊടുത്ത് അവൾ പോകുമ്പോൾ അവിടെ തന്നെ ആ ലേഡിയുടെ അച്ഛൻ വന്നിട്ടുണ്ടാകും. വിദേശത്ത് പഠിക്കാൻ വിട്ട അവൾ എങ്ങനെ ഇവിടെ എത്തി എന്നാണ് അയാളുടെ മകളല്ല അവൾ. മകളെ അനുകരിക്കാൻ ധൈര്യപ്പെട്ടതിന് അവളെ പോലീസിൽ ഏൽപ്പിക്കാനായി പറഞ്ഞു. ശേഷം എക്സിനോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഒരു കോടീശ്വരന്റെ മകളെ അഭിനയിച്ച അവളിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ നോക്കിയവൻ ഷെല്ലിയുടെ മുന്നിൽ മുട്ടുകുത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പഠിത്തം കഴിഞ്ഞാൽ നിനക്ക് വാക്ക് തരാം, നിന്നെ ഞാൻ കെട്ടിക്കോളാം. സത്യത്തിൽ അവനെ കോളേജിൽ വിട്ട് ഇത്രയും പഠിച്ച് ഷെല്ലി പഠനം ഉപേക്ഷിച്ച് സ്കൂളിൽ പോകുന്ന നിർത്തിയതിൻ്റെ കാരണം അവളുടെ പാരൻസ് മരിച്ച ശേഷം അവളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വിരൽ ചൂണ്ടിയാണ് നടക്കുന്നത്. കുട്ടിക്കാലം മുതൽ ആൻറ്റിയുടെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവഗണനകളാണ് അവൾക്ക് കേൾക്കേണ്ടി വന്നത്. അതേപോലെ നീയും എന്നെ പറ്റിച്ചു. ജീവിതത്തിൽ ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനോട് പോകാനായി പറഞ്ഞ് ഹീറോയോട് പോകാമെന്ന് പറഞ്ഞു. അവളുടെ ലുക്ക് കണ്ട ഹീറോ ഒന്ന് ഡാൻസ് കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൾക്കൊപ്പം ഡാൻസ് കളിക്കുമ്പോൾ പെട്ടെന്നാകും അവൾക്ക് തലകറക്കം വരുന്നത്. അതിനാൽ ഹീറോ വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ക്ഷീണം മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. അപ്പോഴേക്കും അവളുടെ കട ഓണർ എത്തിയതിനാൽ ഹീറോ പോകുന്നതിന് മുന്നേ ഷെല്ലിക്ക് നഷ്ടപ്പെട്ട ക്യാഷ് അവൻ തിരികെ കൊടുത്തു. ഹീറോ പോയി കഴിയുമ്പോഴാണ് ഷെല്ലിക്ക് ബോധം വരുന്നത്. അവൾ ഉണർന്ന ഉടനെ ഹീറോയാകും അന്വേഷിച്ചത്. അവർ കുറച്ചു നേരം മുന്നേ പോയിരുന്നു. ഹോസ്പിറ്റലിലെ എല്ലാ ബില്ലും അടിച്ചിട്ടാണ് പോയത്. കൂടാതെ അവിടെ ഇലക്ട്രിക് ബൈക്ക് നൽകി. ഇതൊക്കെ ചെയ്യാൻ അവന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിൽ അവനോടുള്ള കടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് മാത്രമുള്ളൂ. ഇവിടെ ഹീറോ വീട്ടിലെത്തുമ്പോൾ അനിയൻ ചോദിക്കുന്നുണ്ട്, അവൾ ഉണരുന്നത് വരെ കാത്തിരിക്കാമായിരുന്നു, എന്തിനാണ് ഓടി വന്നത്? നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാനാണോ എന്ന് പറഞ്ഞപ്പോൾ ഹീറോ കൈ ചുരുട്ടി ഒന്ന് തരട്ടെ എന്ന് പറഞ്ഞ് അവനൊന്ന് പേടിപ്പിച്ചു. എന്നിട്ട് അവളുടെ ഫയൽ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് 13 അല്ലെങ്കിൽ 14 വയസ്സുള്ളപ്പോഴാണ് ഷെല്ലിയുടെ പാരൻസ് മരിച്ചത്. അവളുടെ അച്ഛൻ നിർമ്മാണ സ്ഥലത്ത് നിന്ന് കുഴഞ്ഞു വീണു. ആ ദുഃഖത്തിൽ തളർന്നു പോയ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. കൂടിപ്പോയാൽ 1 വർഷം. പിന്നീട് അവൾ ജീവിച്ചത് അമ്മാവൻ്റെ കൈകളാണ്. പക്ഷേ ബുദ്ധിമുട്ടായിരുന്നു. 18 വയസ്സുള്ളപ്പോൾ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. എക്സിന്റെ കോളേജ് ഫീസ് കെട്ടി ബാക്കി വരുന്നത് കൂട്ടി വെച്ച് ഒരു വീട് പണിയണം എന്നായിരുന്നു. ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ സത്യങ്ങൾ മനസ്സിലാക്കിയതിനാലാണ് അങ്ങനെ ഒരു വിൽപത്രം എഴുതിയെന്ന് ഷെല്ലിയെക്കുറിച്ച് പറയുമ്പോൾ അവിടേക്ക് മുത്തശ്ശി വരുന്നു. നീ അവളെ കബളിപ്പിച്ച് വിവാഹം ചെയ്ത് ഡിവോഴ്സ് ചെയ്യാം എന്നല്ലേ പറഞ്ഞത്? 1 മാസത്തിനുള്ളിൽ നീ അവളെ വിവാഹം ചെയ്തില്ലെങ്കിൽ കരാർ അവസാനിക്കും. നിനക്ക് കിട്ടേണ്ടത് കിട്ടയില്ല. എന്നാൽ ഷെല്ലി പണത്തിന് ആഗ്രഹിക്കുന്ന ഒരാളല്ലാന്ന് ഹീറോ പറയുമ്പോൾ അവൾക്ക് എത്ര നാൾ നിനക്കറിയാം? പണം വന്നാൽ അവളുടെ സ്വഭാവം തന്നെ മാറിക്കോളും. ഡിവോഴ്സ് ചെയ്യുമ്പോൾ അവൾക്ക് കുറച്ച് പണം കൊടുത്ത് പറഞ്ഞയച്ചാൽ മതി. നിന്റെ അമ്മയുടെ അവസ്ഥ വരണ്ട. പക്ഷെ ഇത് അമ്മയുടെ തെറ്റല്ല, അച്ഛൻ്റെ ആണെന്ന് പറഞ്ഞതും മുത്തശ്ശി ദേഷ്യം വന്ന് ഒരടി കൊടുത്തു. എന്നിട്ട് ഹീറോയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോ മുത്തശ്ശി പറഞ്ഞതിന് വാക്ക് നൽകി. ഇവിടെ ഷെല്ലിയാണെങ്കിൽ ഹീറോ അവൾക്ക് കൊടുത്ത ക്യാഷ് കടമായിട്ട് കണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. അവൾ പോയ പിന്നാലെ ഹീറോ കടയിലെത്തി. ഹീറോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ ഡിസ്ചാർജ് ആയെന്നറിഞ്ഞു. വേറെ കുഴപ്പമില്ലല്ലോ എന്ന് തിരക്കാനാകും. അവളെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവരെ കാണാനല്ലെന്ന് പറയുന്നു. വേറൊന്നിനുമല്ല. ഷെല്ലിക്ക് വല്ല ആഗ്രഹമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാകും. അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പാരൻസിനൊപ്പമുള്ള ചിത്രം നഷ്ടമായി. അത് കണ്ടെത്താൻ കഴിയുമെങ്കിൽ. അപ്പോൾ ഓണർ ഹീറോയോട് നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണോ? ഹീറോ ഒന്നും പറഞ്ഞില്ല. ഇന്ന് നടന്നത് അവളോട് പറയണ്ടെന്ന് പറഞ്ഞു. വിൽപത്രം അന്തിമമാകുന്നതിനുള്ള 1 മാസാവസാന തീയതി വേഗത്തിൽ അടുത്തൊരുകയാണ് എന്ന് അനിയൻ ഓർമ്മിക്കുമ്പോഴാണ് ഷെല്ലി ഡെലിവറി കഴിഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് എത്തി. സിസ്റ്റർ സാറ എന്നോട് നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത്. എന്നിട്ട് അവൾക്കായിട്ട് ഹീറോ ചെലവഴിച്ച എല്ലാ ക്യാഷും അവന് തന്നെ തിരികെ നൽകി. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനും നന്ദിയും പറഞ്ഞു. പക്ഷേ ഹീറോ ഇതൊന്നും തിരിച്ചു കിട്ടാനല്ല ചെയ്തത്. എന്നിട്ട് അവൾ ആ ക്യാഷ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഹീറോയോട് വീട്ടിൽ ഡിന്നർ കഴിക്കാനായി ക്ഷണിച്ചു. അനിയനെ വിളിക്കുമ്പോൾ ഹീറോയുടെ നോട്ട കാരണം അവനില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയും ഷെല്ലിയും ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി സാധനം വാങ്ങി കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ അവർക്ക് നേരെ ഓടിയെത്തുന്ന കണ്ട് ഹീറോ അവളൊന്ന് പിടിച്ചു മാറ്റിയതും അറിയാതെ രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. വീട്ടിലെത്തി അവൾ പാചകം ആരംഭിച്ചു. ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കൊണ്ടുവരാൻ അവൾക്ക് പേടിയൊന്നുമില്ലെന്ന് ചിന്തിച്ച് ഹീറോ അവൾ അടുത്തേക്ക് വന്ന് ഒന്ന് പേടിപ്പിക്കുകയാണ്. ഫുഡെല്ലാം കഴിഞ്ഞ് ഹീറോയും ഷെല്ലിയും റോഡിലൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് കേക്ക് വിൽക്കുന്നത് കണ്ട് ഹീറോ അവൾക്കായിട്ടൊരു കേക്ക് വാങ്ങിച്ചു കൊടുത്തു. അവൾ ആൻറ്റിക്കൊപ്പം താമസിച്ചപ്പോൾ കേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ എപ്പോഴും ഒഴിവാക്കുമായിരുന്നു. അതിനാൽ വേണ്ട എന്ന് പറയുമ്പോൾ നീ ഇനി വിട്ടുവീഴ്ച എങ്ങും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. വീട്ടിലെത്തിയ ശേഷം ഹീറോ അവളോട് ഇന്ന് അതിര് കടന്നെന്ന് പറഞ്ഞ് അവളുടെ ക്ഷമ ചോദിച്ച് മെസ്സേജ് അയച്ചു. അതേ നേരത്താകും എക്സിൻ്റെ മെസ്സേജ് കണ്ടപാടെ അവൾ അവനെ ബ്ലോക്കാക്കി.
പിറ്റേ ദിവസം ജോലി സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഹീറോ അവൾക്കായിട്ട് പൂവും കേക്കൊക്കെ കൊടുത്തു വെച്ചിരിക്കും. കടയോണർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അനിയൻ ഷെല്ലിയുടെ പാരൻസിന്റെ ഫോട്ടോ ഒക്കെ സെറ്റാക്കി. ഫോട്ടോ നേരിട്ട് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേറെ രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഹീറോ ആളെ നിർത്തി ഒരു പ്ലാൻ ഇടുകയാണ്. വേറൊന്നുമല്ല, അവളുടെ ബാഗ് തട്ടി വാങ്ങിച്ച് ഹീറോ റെസ്ക്യൂ ചെയ്യുന്ന ഒരു രീതിയിലുള്ള നാടകം. പക്ഷെ ഇതെല്ലാം ഇവർ സെറ്റാക്കി ഷെല്ലി വരുന്നതുവരെ വെയിറ്റ് ചെയ്തു. അവൾ വരുന്നത് കണ്ട് പെട്ടെന്നാകും അവിടെ എക്സ് കത്തിയുമായി കുത്താനായി വന്നത്. അത് കണ്ട് ഹീറോ വേഗം ഓടിത്തി തടഞ്ഞെങ്കിലും ഹീറോയ്ക്കാകും മുറിവേറ്റുക. മുറിവ് ഒരുപാട് ഉള്ളതിനായി അനിയൻ ഹീറോയ്ക്ക് അവൾക്കൊപ്പം ഉണ്ടാകാൻ ഒരു അവസരമായി നിങ്ങൾ ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, ഞങ്ങൾ പിന്നാലെ വന്നോളാം. വീട്ടിലെത്തിയ ശേഷം ഷെല്ലി അവന് ഫസ്റ്റ് എയ്ഡൊക്കെ ഇട്ടുകൊടുത്തപ്പോൾ ഇതിലും മുറിവുണ്ടായെങ്കിൽ സ്റ്റിച്ചിങ് ഇടേണ്ടി വന്നേനെ. ശേഷം അവൾ ഹീറോയ്ക്ക് കുടിക്കാനായി വെള്ളം എടുക്കാൻ പോയപ്പോൾ ഹീറോ അവളുടെ കൈ പിടിച്ചതും പെട്ടെന്ന് തന്നെ അവൻ്റെ മേൽ വീഴുകയാണ്. അപ്പോൾ നിനക്ക് എന്നോട് ഇത്രയും നാളും ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കൊരു ഫോൺ റിങ് ചെയ്തതിനാൽ അവൾ വേഗം അവിടുന്ന് പോയി. ശേഷം അവൾ ഹീറോയോട് നിങ്ങളുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകും, പക്ഷെ ഇപ്പോൾ ജോലി ശ്രദ്ധിക്കണം, എനിക്ക് കോളേജിൽ പരീക്ഷയുണ്ട്, ഇനി ഒരു റിലേഷൻഷിപ്പ് തുടരാൻ താല്പര്യമില്ല. സോ അവൾ ഹീറോയെ റിജക്റ്റ് ചെയ്യുകയാണ്. ഹീറോ അവളുടെ വീടിനടുത്ത് കണ്ടതിനാൽ അല്ല നിങ്ങളെന്തിനാണ് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ഷെല്ലി എക്സിനെതിരെ കേസെടുത്തതിനെക്കുറിച്ച് ഒരു വക്കീലിനെ കണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ഒരു നല്ല വക്കീലിൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ് അവൾക്കായിട്ട് എടുത്തു. അത് കൊടുക്കാനാണെന്ന് പറയുന്നു. പോകുന്നതിനു മുന്നേ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നും കൂടി ചോദിച്ചു. അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിനാൽ ഹീറോ ഇനി ഞാൻ ഒരിക്കലും അതും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറഞ്ഞ് ഹീറോ ഇറങ്ങി. അനിയൻ അതിനിടയിൽ എക്സിനെ പോലീസ് സ്റ്റേഷനിലാക്കി കൊലപാതക ശ്രമക്കുറ്റ കേസ് എടുത്തു. കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുമ്പോൾ കാര്യമൊന്നുമില്ല. പിറ്റേ ദിവസം ഹീറോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് എബ്രോഡിലേക്ക് പോന്നു. ഹീറോ പോയ ശേഷം കസിൻ്റെ അനിയൻ്റെ അച്ഛൻ അവനോട് അവരുടെ കാര്യത്തിൽ വല്ല പുരോഗതിയുണ്ടോ, നീയും ഈ കുടുംബത്തിലെ മകനാണ്, അവൻ്റെ അച്ഛൻ പോയ ശേഷം ഞാനാണ് ഈ കുടുംബത്തിലെ അവശേഷിക്കുന്ന ആള്, നിന്റെ മുത്തശ്ശൻ മരിച്ചപ്പോൾ പോലും നമുക്ക് ശരിയായ സ്വത്തുക്കളൊന്നും കിട്ടില്ല, അവനെ തോൽപ്പിച്ച് ഷെല്ലിയെ നീ സ്വന്തമാക്കിയാൽ സ്വത്ത് മൊത്തം നമ്മളെ വന്ന് ചേരും, ഷെല്ലിയെ പ്രണയിക്കാനായി പറഞ്ഞു. ഇത് കേട്ടതും അവൻ ഷെല്ലിയെ വേഗം കാണാൻ പോയി. അപ്പോൾ അച്ഛൻ അവരുടെ ആൾക്കാരോട് അവനെ ഫോളോ ചെയ്യാൻ പറയുന്നു. കാരണം ഹീറോയ്ക്ക് വേണ്ടി അങ്ങനെ അത്തരം പരിപാടികൾ ചെയ്യില്ലെന്ന് അച്ഛനറിയാം. ഇവിടെ കട ഓണർ ഹീറോ കുറേ നാൾക്ക് ശേഷം കാണാത്തോണ്ട് ഷെല്ലിയോട് ചോദിക്കുമ്പോൾ അവൻ വെറും അവിടെ കടക്കാരനാണ്, വെറുതെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയുകയാണ് അവൾ. അപ്പോഴേക്കും ഹീറോയുടെ അനിയൻ വേഗം ഓടിയെത്തി ചേട്ടനോട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക്, ഇന്നലെ രാത്രി അവൻ വളരെ വിഷമത്തിലായിരുന്നു, പിന്നീട് ഇന്ന് രാവിലെ പെട്ടെന്ന് എബ്രോഡിൽ പോവുകയാണ്, ഇനി തിരിച്ചു വരില്ല. ഹീറോ പോകുന്നതിന് മുന്നേ അവളുടെ ഫാമിലി ഫോട്ടോ കണ്ടെത്തിയിട്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്തു. ഫോട്ടോ കണ്ട അവൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അവളുടെ നാട്ടിൽ പോയി കഷ്ടപ്പെട്ടാണ് ആ ഫോട്ടോ കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ച് ഹീറോ കട ഓണറിന്റെ അടുത്ത് പല തവണ വന്നു എന്ന് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ ചേട്ടൻ പോയി കാണില്ല, എയർപോർട്ടിലുണ്ടാകും, ഇപ്പോൾ പോയാൽ ആ യാത്ര തടയാം. അതിനാൽ അവൾ അവനോടൊപ്പം ഹീറോയെ കാണാനായി പോയി. ഇവിടെ ഹീറോ എയർപോർട്ടിലെത്തി അകത്തേക്ക് കയറാൻ പോയപ്പോൾ കറക്റ്റ് ടൈമിലാണ് അനിയനും ഷെല്ലിയും എത്തുന്നത്. നിങ്ങളെന്താണ് ഇവിടെ? ഞാൻ പോകുന്നത് നീ കാരണമൊന്നുമല്ല. അപ്പോൾ അവൾ പറയുന്നത് ഹീറോയോട് പോകണ്ട എന്നാണ്. ഷോക്കായി ഹീറോ, നീ എന്നെ വിവാഹം ചെയ്യോ? ആദ്യം അവൾ അതേന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നോ എന്ന് പറയുമെങ്കിൽ അവൾ തന്നെ സ്വീകരിച്ചെന്ന് മനസ്സിലായ ഹീറോ അവളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിന്നെ വിവാഹം കഴിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഇന്ന് തന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടായി. ഇവിടെ അനിയൻ്റെ അച്ഛനാണെങ്കിൽ അവൻ ഹീറോയെ ഷെല്ലിയും ഒന്നിപ്പിക്കാൻ കൂടെ നിന്ന കാര്യം പറഞ്ഞു. അയാൾക്കത് നേരത്തെ തന്നെ അറിയായിരുന്നു അവൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അവർ വിവാഹം കഴിച്ചാൽ അനന്തരാവകാശം തീർച്ചയായും ഹീറോയ്ക്ക് കിട്ടും. ഷെല്ലി അവൻ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്? അവൾ നേരിട്ട് അറിയിച്ചാൽ വിവാഹം നിർത്താം, സ്വത്തുക്കൾ ആരുടെ കയ്യിൽ എത്തില്ല. അതിനാൽ ആരെങ്കിലും ആ വിൽപ്പത്രത്തിൻ്റെ കോപ്പി അവൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നേരെ മുത്തശ്ശിയെ കാണാൻ പോയപ്പോൾ അവരും അവൾ വിവാഹത്തിന് സമ്മതിച്ച കാര്യവും വേഗം അവർ വിവാഹ രജിസ്റ്റർ ചെയ്യാനുള്ള എടുത്തു പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വിൽപ്പത്രം അന്തിമമാക്കും. അവർ വക്കീലിനെ നേരിട്ട് വിളിച്ചു വരുത്തി അയാളെയും അങ്ങോട്ട് പോകാൻ വിളിക്കുമ്പോൾ ഇത്രയും തിരക്ക് എന്തിനാണ്? അവർ നിയമപരമായി വിവാഹിതരായി കഴിഞ്ഞാൽ അനന്തരാവകാശം ഹീറോയ്ക്ക് തന്നെയല്ലേ പോകുന്നത്. എന്നാൽ അവർക്ക് ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ കാര്യം ചെയ്യണമെന്ന് പറയുന്നു. അതേസമയം ഷെല്ലി ജോലി ചെയ്യുന്ന കടയിൽ അയാളുടെ ആൾക്കാർ ആ വിൽപ്പത്രത്തിൻ്റെ കോപ്പി അവിടെ വെച്ചിട്ട് പോകുന്നു. കഴിച്ച പാത്രം എടുക്കാൻ വന്ന ഓണർ ഇത് ശ്രദ്ധിക്കുകയും അയാൾ മറന്നു വെച്ചതാകുമെന്ന് കരുതി അയാൾ വിളിച്ചു. പിന്നീട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഓണർ ഷെല്ലിയെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ വിവാഹ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. ഓണറിന് ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷം. അവളുടെ വിശേഷം എല്ലാം കേട്ടറിഞ്ഞ കോള് കട്ടാക്കുമ്പോൾ അവിടുത്തെ വേറെ ജോലിക്കാരൻ ഇത് ആരുടേതാണെന്ന് പറഞ്ഞ കവറെടുത്ത് നോക്കി. ഇവിടെ വന്ന ഒരു കസ്റ്റമറാണ്, എന്തായാലും എന്താകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അയാൾ അതിൽ ഷെല്ലിയുടെ ഡീറ്റെയിൽസ് കാണുന്നു.
വിൽപ്പത്രം കണ്ട ഓണർ ഷോക്കായി ഹീറോയെ അവൾ കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഷെല്ലിയെ വിളിക്കാൻ ഫോൺ എടുത്തു. എന്നാൽ ആ ടൈമിൽ അവിടെ ഫോൺ ഹാങ് ആയതിനാൽ കോളൊന്നും പോണില്ല. അതിനാൽ കട അടച്ച് വേഗം അവിടെ എത്തണമെന്ന് പറയുന്നു. ഇവിടെ സമയമാണെങ്കിൽ പോകുന്നവരും ഇവർ ടെൻഷൻ അടിച്ചായിരിക്കും നിൽക്കുക. ഇവരെന്താ എത്താത്തെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കട ഓണർ വേഗം എത്തി അകത്തേക്ക് ഓടി. അവരുടെ ഓട്ടം കണ്ട അനിയൻ എന്തോ പന്തികേട് തോന്നുകയാണ്. അവരുടെ വിവാഹം തടയാൻ അച്ഛനെന്തിനു ചെയ്ത് കാണും. മുത്തശ്ശിയോട് വേഗം അകത്തേക്ക് വാ, അവർ രണ്ടുപേരും കസിന്റെ രജിസ്ട്രേഷൻ തടയാൻ വന്നതാണെന്ന് തോന്നുന്നു. ഇത് കേട്ട അച്ഛൻ ഇവൻ എന്ത് പ്രാന്താണ് പറയുന്നത്, ഇവൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ തടയുമ്പോൾ ഞാൻ സത്യം പറയുകയാണ്, അവർ രണ്ടുപേരും ഷെല്ലിയുടെ കട ഓണേഴ്സാണ്. ചേട്ടന്റെ വിവാഹം തടയാൻ അല്ലാതെ എന്തിനാണ് ഇവർ ഇവിടെ വന്നതെന്ന് പറയും. അതിനാൽ മുത്തശ്ശി വേഗം അകത്തേക്കൊടി. ഇവിടെ ഇവരുടെ ഫോട്ടോയ്ക്ക് എടുത്ത് മാരേജ് രജിസ്റ്റർ പോയപ്പോഴേക്കും കറക്റ്റ് ടൈമിൽ അവരെത്തിയെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദ്യം, ഷെല്ലി അവനൊരിക്കലും വിവാഹം ചെയ്യരുത്, നിന്നെ വഞ്ചിക്കുകയാണ്, സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയാണ് നിന്നെ വിവാഹം കഴിച്ചത്. അവൾക്കത് കേട്ടപ്പോൾ ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോഴേക്കും മുത്തശ്ശി എത്തി. അവർ പറഞ്ഞത് ശരിയാണ്, എല്ലാവരും ഉണ്ട്, എല്ലാവരും അറിയട്ടെ. അപ്പോൾ കടയോണറിന് കിട്ടിയ പേപ്പർ കൊടുത്തു. അത് വായിച്ച ശേഷം അവൾ ഹീറോയോട് പറഞ്ഞത് സത്യമാണോ, സ്വത്തുക്കൾ വേണ്ടിയാണ് നീ എന്നെ വിവാഹം കഴിച്ചത്, നിങ്ങളുടെ കുടുംബ സമ്പത്ത് ഞാൻ മോഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹീറോയും അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കരുതിയിട്ടില്ല, നീ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് എല്ലാം തുറന്നു പറയാൻ വന്നെങ്കിലും അവൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേൾക്കുന്ന മട്ടിലല്ല. ആദ്യം ഒരാളെ വിശ്വസിച്ച് അവൻ ചീറ്റ് ചെയ്തു, ഇപ്പോൾ വീണ്ടും ആകുമ്പോൾ അവൾക്കൊരുപാട് സങ്കടമായി. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, ഇനി നമ്മൾ കാണില്ലെന്ന് പറഞ്ഞ് അവൾ വേഗം അവിടുന്ന് ഓടിപ്പോയി. തൻ്റെ ഭാഗം കേൾക്കാൻ അവൾ കൂട്ടാക്കില്ല. എന്നിട്ട് ഹീറോ മുത്തശ്ശിയോട് സ്വത്തുക്കളെക്കുറിച്ച് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു, പക്ഷെ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി, അവളെ സ്വന്തമാക്കണം വേണ്ടി തന്നെയാണ് വിവാഹം കഴിച്ചത്, ഇനി എന്നെയും അവളെ പിരിച്ചാൽ സ്വത്ത് മുഴുവൻ ഞാൻ അവൾക്ക് എഴുതി കൊടുക്കുമെന്ന് ഹീറോ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് നല്ല രീതിയിൽ ദേഷ്യമാണ് വന്നത്. ഹീറോ പോകുന്നതിന് മുന്നേ മുത്തശ്ശി മരുന്ന് കൊടുക്കാനായി മറക്കണമെന്ന് പറഞ്ഞ് അനിയനോട് ഏൽപ്പിച്ചു. അങ്ങനെ ഹീറോ അവളെ കണ്ടെത്തി. താൻ പറയുന്നെങ്കിൽ കേൾക്കാൻ പറഞ്ഞപ്പോൾ അവൾ കേൾക്കുന്നില്ല. സോ ഹീറോ അവളെ തൂക്കിയെടുത്ത് കാറിൽ കയറ്റി അവളെ പിടിച്ചു വെച്ച് നിന്റെ അടുത്ത് എത്താൻ ഗൂഢാലോചന ചെയ്ത സത്യമാണ്, ആദ്യമായി കണ്ടുകിട്ടിയപ്പോൾ $5000 നീ എന്നെ കബളിപ്പിച്ചു, ക്യാഷിന് കൊതിയുള്ള ആളാണെന്ന് കരുതി, പിന്നീടാണ് അറിഞ്ഞത് നീ അച്ഛൻ്റെ കാമുകയാണെന്ന്, സ്വത്തുക്കൾ ലഭിക്കാൻ നിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു, അപ്പോൾ ഇഷ്ടമാണെന്നുള്ള കാര്യം കള്ളമാണെന്ന് ചോദിക്കുമ്പോൾ പിന്നീട് മിണ്ടി നിന്നോട് തന്നെ അറിയാതെ സ്നേഹിച്ചു പോയി, അപ്പോൾ ഇപ്പം പറഞ്ഞ കള്ളം ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ വധഭീഷണി ഉണ്ടായിരുന്നു, എന്നെ ഡിവോഴ്സ് ചെയ്താൽ എൻ്റെ പേരുള്ള എല്ലാ സ്വത്തും ഞാൻ നിങ്ങളുടെ പേരിലാക്കും, അവൾക്ക് അവൻ്റെ പണം വേണ്ട എന്നാകും പറയുക. അപ്പോൾ കടയോണർ അവളെ വിളിക്കുന്നത് കണ്ട് ഹീറോ വേഗം അവളുടെ കൈയൊക്കെ കെട്ടി കാറെടുത്തു പോയി. ഇവിടെ സ്വത്ത് മൊത്തം ഹീറോയ്ക്ക് കിട്ടിയതിനാൽ അവൻ ജീവിച്ചിരിച്ചാലല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായി അനിയൻ്റെ അച്ഛൻ ആൾക്കാരെ വിടുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇതവൻ കേൾക്കുകയും ഇവിടെ ഹീറോ അവളുടെ കയ്യിലേക്കിട്ട് അയച്ച ഉടനെ തന്നെ അനിയൻ വിളിച്ച് ഹീറോയെ അടിക്കാനായിട്ട് ആളെ വിട്ട കാര്യം തീരുന്നതിന് മുന്നേ ഹീറോയെ കൊല്ലാനായിട്ട് ആൾക്കാർ വന്നു. അടിക്കിടയിൽ അവൻ അവളെ സേഫാക്കിയെങ്കിലും അവസാനം ഹീറോയ്ക്ക് കുത്തേൽക്കുകയാണ്. വേഗം അനിയനും ഹീറോയുടെ ഗാർഡും എത്തിയത് കൊണ്ട് തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഡോക്ടർ അവയവങ്ങൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല, ഇനി അയാൾക്ക് കൃത്യസമയത്ത് മരുന്ന് കഴിക്കുകയും വിശ്രമം ആവശ്യമാണെന്ന് പറയുന്നു. അന്ന് രാത്രി മുഴു ദിവസം ഷെല്ലിയാകും ഹീറോയ്ക്കൊപ്പം ഉണ്ടായത്. രാവിലെ ആകുമ്പോൾ കണ്ണു തുറന്ന ഹീറോ കാണുന്നത് അവളെയാണ്. ഷെല്ലി ഉണരുമ്പോൾ ഹീറോ സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് ഇതൊക്കെ മാറട്ടെ എന്നിട്ട് മിണ്ടാം. അപ്പോഴേക്കും അനിയനെത്തി. ഇതിന് പിന്നിൽ അച്ഛനാണ്, അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, അച്ഛനെ പോലീസിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹീറോ പറയുന്നത് അത് വേണ്ട, അമ്മാവൻ്റെ ഭാഗം കൂടി കേൾക്കട്ടെ. ഇവിടെ ഹീറോ മരിച്ചിട്ടില്ലെന്ന് അറിയുന്നു. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മകനാണ് കുളമാക്കിയത്. അങ്ങനെ ഹീറോ വീട്ടിലെത്തി ഷെല്ലി ഇനി എൻ്റെ കൂടെ ഇന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നത് ഇവൾ കാരണമാണ് നിനക്കിങ്ങനെ വരാൻ. അപ്പോൾ ഹീറോ പറയുന്നത് ഇതിന് ഇവൾ കാരണമല്ല, അങ്കിളാണ്. ഇത് കേട്ട മുത്തശ്ശി ഷോക്കായി. എന്തിനാണ് അവനെ കൊല്ലാൻ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ മുഴുവൻ സത്യം തുറന്നു പറയുന്നു. എല്ലാ സ്വത്തും അവന് കൊടുത്തിട്ട് എൻ്റെ മകനൊന്നില്ല, തങ്ങൾക്ക് 5% വേണം. അവരുടെ കുടുംബത്തെ ആക്ഷേപിച്ച മുത്തശ്ശിക്ക് വയ്യാതാവുകയാണ്. അപ്പോൾ മകൻ പറയുന്നത് 7 വർഷമായിട്ട് ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു, ചേട്ടൻ എനിക്ക് നമ്മുടെ ഫാമിലിക്കും ചെയ്തു വെച്ച കാര്യം അറിയണ്ടേ, അമ്മയും അനിയത്തെയും ചേട്ടൻ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുള്ളത് ശരിയാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. ഇവിടെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഉണർന്നാൽ വിഷമിക്കുന്നതൊന്നും ചെയ്യാനോ പറയാനോ പാടില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഇപ്പോൾ ഹീറോ ഒറ്റയ്ക്കായപ്പോൾ അവളോട് നീ എൻ്റെ കൂടെ കാണില്ലേ, പക്ഷെ അവൾക്ക് സമയം വേണം എന്നാകും പറയുക. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവളിൽ നിന്ന് ഒരു യെസ് കേൾക്കാൻ എന്നും കടയ്ക്ക് മുന്നിൽ ഹീറോ വരും. അപ്പോൾ ഇത് കണ്ട കടവണ നിനക്ക് അവന് ഇഷ്ടമാണോ അതോ വെറുപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണ്, പക്ഷെ വെറുപ്പൊന്നുമില്ല. അവനെപ്പോലെ ഒരുത്തനെ ഇനി കിട്ടില്ല, കിട്ടിയത് കൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ ഹീറോയുടെ അടുത്തേക്ക് പോയി. അവൾ വന്ന ഉടനെ ഹീറോ ഒരു സ്ഥലം വരെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു. കാറിൽ കയറ്റി എത്തിയത് ഹീറോ പുതിയതായിട്ട് പണിത വീട്ടിലാണ്.
അവളെ തൂക്കിക്കൊണ്ട് പോയി അകത്തേക്ക് കയറി. പക്ഷെ അകത്ത് അവൾക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹീറോ ചെയ്തു കഴിഞ്ഞു. ബെസ്റ്റ് ആയിട്ടുള്ള ട്യൂഷൻ ടീച്ചേഴ്സിനാണ് ഹീറോ വെച്ചിരിക്കുന്നത്. അവരുമായി സംസാരിച്ച ശേഷം ഹീറോ അവൾക്ക് കുറച്ച് ക്യാഷ് കൊടുത്തു. ഇനി എന്നോട് കള്ളം പറയരുത്, എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് മതി എന്ന് പറഞ്ഞപ്പോൾ ഹീറോ ഇതിന് സമ്മതിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അവൾക്ക് ജോലിക്ക് പോകണം, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പം നിന്റെ കടയിലെ ഓണേഴ്സ് എൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുകയാണ്. അതേസമയം ആ കട ഓണേഴ്സ് ഹീറോയുടെ ടോപ്പ് ഹോട്ടലിലെ മാനേജറാക്കി തീർക്കുകയാണ്. ഇതോടെ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്